പടം നല്ലൊരു മെസ്സേജ് നൽകുന്ന നല്ലൊരു സിനിമയാണ്. എന്തായാലും എല്ലാവരും ഫാമിലി ആയിട്ട് കാണേണ്ട ഒരു മസ്റ്റ് ഫിലിമാണ്. ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ഫാമിലിക്കും അതുപോലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും നൽകുന്നുണ്ട്, സമൂഹത്തിന് നൽകുന്നുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് വന്നിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ കണ്ട് അടിപൊളി, എഡിറ്റിങ്ങും എല്ലാം നല്ലതായിരുന്നു. മ്യൂസിക് വീഡിയോസ് എല്ലാവരും ഉണ്ട്. അടിപൊളി, നല്ല കഥയും എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഐ എം ഹാപ്പി, പ്രൗഡ് ഓഫ് ദ ടീം. എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായി, അടിപൊളി. ഇനിയും വരട്ടെ, എല്ലാവരും വന്ന് കാണണം. AI-യുടെ ആദ്യത്തെ മൂവിയാണ്. പിന്നെ നല്ലൊരു മീനിങ്ങും ഉണ്ട്. സ്നേഹത്തിൻ്റെ ഒരു മീനിങ് വരുന്നുണ്ട്, ഒരു ഫലം, ഒരു വെയിറ്റ് ഉണ്ട് നമ്മളെ മനുഷ്യന്മാരുടെ സ്നേഹം, ഫാമിലിയുടെ ഒരു ഫീലിംഗ്, ഒരു ടച്ച്. അതിൻ്റെ വാല്യൂ ആണ് ഈ സിനിമ വഴി നമുക്ക് അറിയാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. ഈ യുഗത്തിലെ നല്ല ഫിലിമാണ്, ഒരു ഡിഫറൻറ്റ് ഫിലിമാണ്. എല്ലാവരും കണ്ടിരിക്കുന്നത് പേരൻസ് ആണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ പാമ്പിനെ കൊണ്ട് ഏതായാലും കാണുന്നത് നല്ല മൂവിയാണ്. നല്ലൊരു മെസ്സേജാണ്. കുട്ടികൾക്കൊക്കെ നമ്മളെങ്ങനെ വീട്ടിൽ കുട്ടികളെ നോക്കണം എന്നുള്ള ഒരു, സ്പെഷ്യലി പേരൻസ് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഇന്നത്തെ കാലത്ത്, AI-യുടെ ഒരു കാലത്ത് ശരിക്കും പേരൻസ് മസ്റ്റ് വാച്ച്. അതായത് ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മോണിക്കയുടെ നല്ലൊരു സ്റ്റാർട്ടായിരുന്നു, നല്ലൊരു എന്താ അപർണയ്ക്ക് നല്ലൊരു ബിഗിനിങ് ആണ്. അതെ, അപർണയുടെ ഫസ്റ്റ് മൂവിയാണ്. സോങ്സും സൂപ്പറായിട്ട്. പക്ഷെ മസ്റ്റായിട്ട് പേരൻസ് എന്തായാലും ശരിക്കും പറഞ്ഞാൽ താര പറയായിരുന്നു, വെക്കേഷൻ സമയത്ത് ഇത് റിലീസ് ചെയ്യണമായിരുന്നു അല്ലേ. ശരിക്കും കുട്ടികളും വന്ന് കാണേണ്ട ഒരു പടം, അവയർനെസ്, നല്ലൊരു അവയർനെസ് മൂവിയാണിത്. അങ്ങനെ കാണുക. The movie is simple, nice. എന്താ പറയുക, ചൈൽഡ് ആർട്ടിസ്റ്റ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് മോണിക്ക, ഐ ഡോണ്ട് നോ, ലൈക്ക് ഫസ്റ്റ് ടൈം ആക്ടിങ് എന്ന് ആരും പറയത്തില്ല. ഐ തിങ്ക് ഒരു അമേരിക്കൻ ഫോറിനർ മലയാളത്തിൽ ഇത്രയും മലയാളം പറയാനൊക്കെ, ഐ തിങ്ക് യു ഷുഡ് റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് പാർട്ട് ഓഫ് ഹർ. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് സച്ച് എ നാച്ചുറൽ, ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചു. സോ ഐ റിയലി ലൈക്ഡ് ഹർ, സ്മോൾ ബിറ്റ്, ബട്ട് ഐ വോണ്ട് സീ മോർ ഓഫ് ഹർ, ബട്ട് ഐ തിങ്ക് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നമുക്ക് നെക്സ്റ്റ് next movie, we're looking forward more Aparna movies. And Shobha as well. I want to see you on movies, right? Soon. Yeah, soon. It's a good movie. It was great. Also was a kid. It had a good message. It was a beautiful movie. Parents ഒക്കെ കാണേണ്ട പടം. നല്ല സിനിമ, കൊള്ളാം. നല്ലൊരു ഫാമിലി മൂവിയാണ്. പറയണം, നല്ല സിനിമയാണ്. അതിലേ പോയാൽ മതി. നല്ലായിരുന്നു. I would have liked to see a little bit more of her for sure, so hopefully there will be more. And the movie was nice. I like the message is great about mental health, which is it's often an unspoken and taboo topic. So I hope it spreads. Very nice overall. Thank you. Aparna and Shobha as well in movies. So hopefully see you soon. അടിപൊളി, ഒന്നും പറയാനില്ല. പുള്ളിക്കാരത്തി ലൈക്ക് ഞാൻ ഇങ്ങനെ ഇപ്പോൾ വരും പറഞ്ഞിരുന്നു. പക്ഷേ വന്നത് മുതൽ എൻ്റെ വരെ നന്നായിട്ട് അഭിനയിച്ചു. ഫസ്റ്റ് മൂവിയാണെന്ന് ഒരിക്കലും പറയത്തില്ല. സ്പെഷ്യലി ദ ചൈൽഡ് ആർട്ടിസ്റ്റ്
ഒന്നും പറയാനില്ല. ഭയങ്കര ഗംഭീര. ആ സിനിമ ഫുൾ അവനാണ് കൊണ്ടുപോയത്. ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പ്രോജക്ട്സിൽ ഈ പറഞ്ഞ പോലെ അപർണനെ ആണെങ്കിൽ ആ മോന് വാട്ട് ഇസ് ഹിസ് നെയിം ശ്രീപത്. അപ്പം മോനൊരു വലിയ കൈഡി ആൻഡ് എടുത്ത പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും, ബിക്കോസ് ഇതൊരു അവയർനെസ് മൂവി ആയിട്ട് കണ്ടാൽ മതി. പേരൻസ് മസ്റ്റ് വാച്ചാണ് ഇന്നത്തെ കാലത്ത്. സ്പെഷ്യലി നമ്മൾ പലതിനെയും പുറകെ പോകുമ്പം ആ കുഞ്ഞു മനസ്സിനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം എന്തായാലും ഇത് മസ്റ്റ് വാച്ച് അവയർനെസ് ആയിട്ട് ഈ പടം എന്തായാലും കാണണം. പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഏത് ജോണറിലാണ് വരുന്നത്? ഒരു ഫാമിലി മൂവി തന്നെയാണത്. ഫാമിലി മൂവിനെ കാട്ടി കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പറയും, ഒരു അവയർനെസ് എന്നുള്ളൊരു രീതിയിൽ. അത് നമ്മൾ അങ്ങനത്തെ പടങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി കാണണം. ബിക്കോസ് അത് നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത് സമൂഹത്തിൽ. മെന്റൽ ഹെൽത്തിനെ കുറിച്ച്, ഓട്ടിസം, ADHD ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഡൈനാമിക്സ്, പിന്നെ ടെക്നോളജിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഫ്യൂഷനും പിന്നെ എല്ലാവർക്കും ഒരു അവയർനെസ്സും കൊടുക്കണം. അതും പിന്നെ നമ്മളെ ഹ്യൂമൻ കണക്ഷൻ്റെ ഒരു വാല്യൂ അത് ശരിക്കും നമ്മൾ അറിയുന്നുണ്ട് ഈ പടം വഴി. സ്നേഹം എന്ന് പറയുന്ന കാര്യം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാളെ എങ്ങനെ മാറ്റും എന്നുള്ളത് ഭയങ്കര അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മുതുകാട് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒട്ടും ആസ് ഹിംസെൽഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓവറോൾ നല്ല. ഈവൻ മ്യൂസിക് ആണെങ്കിലും പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പടങ്ങളും സപ്പോർട്ട് ചെയ്യണം ഡെഫിനറ്റ്ലി. താങ്ക് യു. നോട്ട് ജസ്റ്റ് മസാല ഡിഷും പടം മാത്രമല്ല, ഇങ്ങനത്തെ അവയർനെസ് മൂവീസിനെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ പഠിക്കാം. നമുക്ക് നീഡ് ഓഫ് ദ ആർ ആണ് ശരിക്കും ഇത്. ഓക്കെ, താങ്ക് യു. Please come watch.